ശബരിമലയിൽ ഉത്സവം വിഷു ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ശബരിമല വ്രതത്തെ പൊതുവെ മണ്ഡല വ്രതം എന്നാണ് പറയുന്നത്. ശബരിമല തീർത്ഥാടനം വ്രതശുദ്ധിയുടേതുമാണ്. മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. വ്രതനിഷ്ഠയിൽ പ്രാധാന്യം ബ്രഹ്മചര്യത്തിനാണ്. മാലയിട്ടാൽ അത് ഊരുന്നത് വരെ ക്ഷൗരം ചെയ്യാൻ പാടില്ല. ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ വ്രതനിഷ്ഠയോടെ വേണം ദർശനം നടത്താൻ. കന്നി അയ്യപ്പന്മാർ മുതൽ ഗുരുസ്വാമി വരെ ഒരേ നിഷ്ഠകളാണ് പാലിക്കേണ്ടത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. മത്സ്യവും മാംസവും ഭക്ഷിക്കാൻ പാടില്ല. പഴയ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കുക. പങ്കെടുത്താൽ അടുത്ത മണ്ഡലകാലം വരെ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകണം. പകലുറങ്ങരുത്. കറുപ്പോ നീലയോ വസ്ത്രം ധരിച്ച് മാലയിട്ട് നിത്യവും ക്ഷേത്ര ദർശനം നടത്തുകയും ശരണം വിളിക്കുകയും വേണം. വ്രതം തുടങ്ങുന്നത് മാലയിട്ടാണ് സാധാരണ പതിവ്. രുദ്രാക്ഷമാലയോ തുളസിമാലയോ സ്ഫടികമാലയോ ഒക്കെ ധരിക്കാം. കെട്ടുനിറ അഥവാ കെട്ടുമുറുക്ക് എന്ന ചടങ്ങോടെയാണ് കാനനവാസനെ ദർശിക്കാൻ പുറപ്പെടുക. വീട്ടിൽ വെച്ചോ ക്ഷേത്രത്തിൽ വെച്ചോ കെട്ടുമുറുക്ക് നടത്താം. ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ വേണം കെട്ടുനിറയ്ക്കൽ ചടങ്ങുകൾ നടത്തേണ്ടത്. ഇരുമുടിക്കെട്ട് താങ്ങിയ ശേഷം ഗണപതി ഭഗവാന് തേങ്ങയുടച്ച ശേഷം വേണം യാത്ര തിരിക്കുന്നത്. കെട്ടുനിറയ്ക്ക് മുൻപ് മാല ധരിച്ചു മല കയറുന്നവരും ഉണ്ട്. മാലയിട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി വേണം അത് അഴിച്ചു മാറ്റാൻ. മലയിറങ്ങിയ ഉടനെ മാല അഴിക്കുന്നത് ശരിയല്ല. 41 ദിവസം വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടും ഏന്തി സത്യമായ 18-ാം പടി ചവിട്ടി അയ്യന്റെ സന്നിധിയിൽ ശരണം വിളികളുമായി എത്തുന്ന ആരെയും ഭഗവാൻ കൈവിടില്ലെന്നാണ് വിശ്വാസം. മല ചവിട്ടുന്നതിനായി വ്രതം ആരംഭിക്കുന്നത് അയ്യപ്പ മുദ്രയോടെയുള്ള മാല ഇടുന്നതോടെയാണ്. അയ്യപ്പ സ്വാമി ക്ഷേത്രങ്ങളോ സ്വാമി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളോ മാല ഇടുന്നതിനായി തിരഞ്ഞെടുക്കാം. ഇത്തരം കാര്യങ്ങളെല്ലാം സാധാരണ അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം അറിയുന്നതാണ്. എന്നാൽ വർഷങ്ങളായി മല ചവിട്ടുന്നവർക്ക് പോലും അറിയാത്ത വസ്തുതകൾ ഏറെയാണ്. ദർശനപുണ്യം സിദ്ധിക്കാനായി വഴിപാട് ശരിയായി തന്നെ ചെയ്യണമെന്നത് നിങ്ങൾക്കറിയാമോ? ഭഗവത് സന്നിധിയിൽ കൊണ്ടുവരുന്ന വഴിപാട് പൂജാ സാമഗ്രികൾ എവിടെ നൽകണമെന്നറിയാത്തവർ ധാരാളമാണ്. ഇരുമുടിക്കെട്ടിലെ ഓരോ ദ്രവ്യങ്ങളും ഓരോ ദൈവസന്നിധിയിലാണ് നൽകേണ്ടത്. ഇത് കൃത്യമായി ചെയ്യുന്നതിലൂടെ മാത്രമേ പാപമോചനവും അനുഗ്രഹവും ലഭിക്കുകയുള്ളൂ. ഓരോ അയ്യപ്പനും പമ്പ ഗണപതിക്ക് നാളികേരം ഉടച്ച് വിഘ്നം അകറ്റിയാണ് ശരണം വിളികളോടെ മലകയറ്റം ആരംഭിക്കുന്നത്. സന്നിധിയിൽ എത്തുന്ന ഭക്തർ ആദ്യമായി ഇരുമുടിക്കെട്ടിലെ അയ്യപ്പ മുദ്രയായ നെയ്ത്തേങ്ങ ഉടച്ച് നെയ് പ്രത്യേകം പാത്രത്തിലാക്കി അഭിഷേകത്തിനായി കൊടുക്കണം. ഉച്ചയ്ക്ക് മുൻപാണ് നെയ്യഭിഷേകം നടക്കുന്നത്. പൊട്ടിച്ച തേങ്ങാമുറികൾ 18-ാം പടിയുടെ താഴെയുള്ള ആഴിയിലേക്കിട്ട് അയ്യന്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം. നെയ്യഭിഷേകം അയ്യപ്പസ്വാമിയുടെ ഇഷ്ട വഴിപാടാണ്. അവൽ, അരിപ്പൊടി, കൽക്കണ്ടം ഇവ മൂന്നും ഒരു പാത്രത്തിലാക്കി മാളികപ്പുറം ക്ഷേത്രത്തിലെ കൗണ്ടറിൽ കൊടുത്ത് നിവേദിക്കാനുള്ള രസീത് വാങ്ങാം. കൊച്ചുകടുത്ത സ്വാമി, മാളികപ്പുറത്തമ്മ എന്നീ ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലിൽ ഇത് നിവേദിക്കും. ഇത് പ്രസാദമായി ഭക്തർക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഉണക്കലരി വെള്ള നിവേദ്യം ലഭിക്കുന്ന കൗണ്ടറിൽ കൊടുക്കുക. ശർക്കര പായസം ഇവിടെ നിന്നും ലഭിക്കും. സന്നിധാനത്തിന്റെ പല ഭാഗങ്ങളിലായി അരി നിക്ഷേപിക്കുന്നതിനുള്ള പാത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. അന്നദാനത്തിനായി അരി സ്വീകരിക്കുന്ന കൗണ്ടറുകളും ഇവിടെയുണ്ട്. സാമ്പ്രാണി, കർപ്പൂരം എന്നിവ മാളികപ്പുറത്തുള്ള ഓരോ ദേവസ്ഥാനത്തും സമർപ്പിക്കാം. 18-ാം പടിയുടെ സമീപത്തുള്ള കൊച്ചുകടുത്ത സ്വാമിക്കും വാവർനടയിലും പുകയില, വെറ്റില, പാക്ക് എന്നിവ സമർപ്പിക്കാം. നാണയം ശബരിമല യാത്രയ്ക്ക് ശേഷം സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. ഇരുമുടിക്കെട്ടിലെ ഭസ്മം മണിമണ്ഡപത്തിൽ തൂകി ഭസ്മവും കർപ്പൂരവും പാത്രത്തിലിട്ട് കത്തിച്ച് ശരണം വിളിക്കാം. കന്നി അയ്യപ്പന്മാർ ദർശനത്തിനായി എത്തിച്ചേർന്നതിന്റെ അടയാളമാണ് ശരക്കോൽ. ശരം കുത്തിയിൽ ഇതിനായി പ്രത്യേകം സ്ഥലമുണ്ട്. വാവരനടയിലെ പ്രസാദം കുരുമുളകാണ്. അതുകൊണ്ട് തന്നെ കുരുമുളക് അവിടെയാണ് സമർപ്പിക്കേണ്ടത്. മഞ്ഞൾപ്പൊടി സമർപ്പിക്കേണ്ടത് നാഗരാജാവ്, നാഗയക്ഷി, മാളികപ്പുറം ക്ഷേത്രം എന്നിവിടങ്ങളിലാണ്. 3 നാളികേരമാണ് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. 18-ാം പടിക്ക് മുന്നിലെ പ്രത്യേക സ്ഥലത്ത് തേങ്ങ ഉടച്ച് ശരണം വിളിയോടെയാണ് 18-ാം പടി കയറുന്നത്. മടങ്ങുമ്പോഴും ഇവിടെ നാളികേരം ഉടയ്ക്കാം.